അവാർഡ്സ് നമ്മൾ സമ്മാനിക്കാൻ പോവുകയാണ്. ഞാൻ ക്ഷണിക്കുന്നതനുസരിച്ച് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് വന്ന് അവാർഡ് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവർക്കുള്ള അവാർഡ് സമ്മാനിക്കുന്നതിനായി ശ്രീ പ്രവീൺ മോഹൻ, കേരള വിഷൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും ആദ്യം അവാർഡ് ഏറ്റുവാങ്ങാൻ പോകുന്നത് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2025-ൽ ഊർജ സംരക്ഷണ രംഗത്തെ മികവിനുള്ള അവാർഡാണ് ആദ്യത്തേത്. ആദ്യത്തെ അവാർഡ് സമ്മാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ശ്രീ പ്രവീൺ മോഹൻ, കേരള വിഷൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം നമ്മളുടെ അടുത്ത് 2 വാക്കുകൾ സംസാരിക്കാൻ പോവുകയാണ്. സർ പ്ലീസ്. ഹലോ എല്ലാവർക്കും നമസ്കാരം. വൈകിയ വേളയിൽ ഒരു ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ലെന്നറിയാം. പക്ഷേ ഈ കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം ഈ വേദി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേരള വിഷനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ TV പ്രൊവൈഡറാണ് കേരള വിഷൻ. കേരളത്തിലെ 30 ലക്ഷത്തോളം വീടുകളിൽ കേബിൾ TV സേവനം എത്തിക്കുന്നത് മാത്രമല്ല, 13 ലക്ഷത്തിലധികം വീടുകളിൽ ബ്രോഡ്ബാൻഡ് സേവനവും കേരള വിഷൻ എത്തിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ ഏതാണ്ട് 40 ലക്ഷത്തിലേറെ വീടുകളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് കേരള വിഷൻ. 40 ലക്ഷം വീടെന്ന് പറയുമ്പോൾ ഏതാണ്ട് 1 കോടിയിലേറെ ഉപഭോക്താക്കൾ കേരള വിഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും അധികം വീടുകളുമായി സാധാരണക്കാരുമായി ഇടപഴകുന്ന ഒരു നെറ്റ്വർക്ക് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായ വാർത്തകൾ, ആ വിഷയങ്ങൾ മറ്റ് ചാനലുകൾക്കപ്പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു മാധ്യമ സ്ഥാപനം കൂടി കേരള വിഷനുണ്ട്. അപ്പോൾ കേരള വിഷൻ ന്യൂസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ മാധ്യമ സ്ഥാപനം വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിക്കാണ് കേരളത്തിൽ തുടക്കമിട്ടത്. ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതിരുന്ന, അല്ലെ ആരും വേണ്ടത്ര വില കൊടുക്കാതിരുന്ന ഒരു മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും നമുക്കറിയാം കുടുംബശ്രീയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വനിതകളെ സംബന്ധിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീകൾക്ക് വേണ്ടത്ര പ്രാധാന്യം, ഈ സമൂഹത്തിന്, ഈ നാടിന് അവർ നൽകുന്ന സേവനത്തിന് വേണ്ടത്ര വില നൽകുവാൻ നമ്മളൊക്കെ പറയുമ്പോഴും അവരെ അംഗീകരിക്കുവാൻ ഒരു മടി കാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള വിഷൻ അവരുടെ ആ മികവുകളെ മനസ്സിലാക്കാൻ, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട വേദി നൽകി അവരെ ആദരിക്കുവാൻ, കൂടുതൽ മികവാർന്ന മേഖലകളിലേക്ക് കടന്നു പോകാൻ പ്രചോദനമേകുവാൻ കേരള വിഷൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള മികച്ച കുടുംബശ്രീ സംരംഭങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഇത്തരത്തിലുള്ള വേദിയിലേക്ക് ക്ഷണിച്ച് ആദരിച്ച് അവരെ അംഗീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ നടത്തുന്ന 10ാമത്തെ വേദിയാണിത്. 10ാമത്തെ ജില്ലയാണ് ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനു മുമ്പ് നടന്ന 10 ജില്ലകളിലും വലിയ പ്രതികരണവും വളരെ പ്രോത്സാഹനവുമാണ് ഈ പരിപാടിക്ക് കിട്ടിയത്. തീർച്ചയായും ആലപ്പുഴയിലും അതേ അനുഭവം തന്നെയാണ്. നമുക്കറിയാം, എത്രയും പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും വരെ ഇവിടെ ഡാൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ആ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, അവർ ഈ സമൂഹത്തിന് നൽകുന്ന അവരുടെ ആ അനുഭവങ്ങളെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വരച്ചു കാട്ടുവാൻ കേരള വിഷൻ ഒരു വേദി ഒരുക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തീർച്ചയായും നിങ്ങൾ അതിനോട് കാണിക്കുന്ന ഈ സഹകരണത്തിന്, പ്രോത്സാഹനത്തിന് ഞാൻ കേരള വിഷൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള ഞങ്ങളുടെ നന്ദി, എല്ലാവരുടെയും നന്ദി ഞാൻ അറിയിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തത് നമുക്ക് ശ്രീ പ്രവീൺ